ഹായ് വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടട ഉണ്ടാക്കിയാലോ? അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയണ്ടേ? വേണ്ട ഗോതമ്പ് പൊടി എടുത്തു, ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ, പിന്നെ കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം, ഉപ്പ്. അപ്പോൾ നമുക്ക് റെഡിയാക്കിയാലോ? മാവ് ഞാൻ എടുത്ത് വെച്ചു. കുറച്ച് മാവ് കൂടെ വേണം കേട്ടോ. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. മതി. ഇനി നമുക്കതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. കൈ കൊണ്ട് അങ്ങിട്ട് കേട്ടോ ഉപ്പ് മതി. ഇനി വെള്ളം ഒഴിച്ച് കുറേശ്ശെ നനച്ചെടുക്കാം. വേണ്ട നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനിയാക്കാം. മധുരം കുറച്ച് മതി. അപ്പം ആവശ്യത്തിന് ശർക്കര മതിയേ. അത്രയും മതിയാവും. വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാനിയാക്കാവേ. ശർക്കര അലിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. വേണ്ട പാനി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. പൊടിയോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പോവല്ലോ. വലിയ കുഴപ്പമില്ല. തോനെ പൊടിയൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മധുരം കൂടുതലാന്ന് തോന്നുന്നു. ഒന്നാമത് ഇവിടെ ആർക്കും മധുരം തോനെ ഇഷ്ടമല്ല, പിള്ളേരുൾപ്പെടെ. തോനെയാന്ന് തോന്നുന്നു. കുറച്ച് തേങ്ങ കൂടി ഇടാം. മതി. ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ആവട്ടെ കേട്ടോ. ഇതിനകത്ത് ഞാൻ ജീരകമോ ചെറിയ ജീരകമോ മറ്റേ ഏലക്കയോ ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ഫ്ലേവർ ആർക്കും ഇഷ്ടമല്ല. പായസത്തിനകത്തൊക്കെ നമ്മൾ ഏലക്ക ഇടുന്നതിന് കുഴപ്പമില്ല. ഈ ഇലയപ്പം, ഓട്ടട, ഇതിനകത്തൊക്കെ ഏലക്കയൊക്കെ ചേർക്കുന്ന ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടാത്തത്. നിങ്ങളൊക്കെ അതൊക്കെ ഇട്ട് ശരിയാക്കിയ ടേസ്റ്റ് കാണും കേട്ടോ. പിന്നെ പറച്ചിൽ കേട്ടാത്തൊന്നും ഓട്ടട ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. നമ്മൾ റെഡിയാക്കിയപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അവിടെ കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. ഇതിനേക്കാൾ നല്ല രീതിയിൽ എല്ലാവരും തയ്യാറാക്കുന്നതായിരിക്കൂടെ. എന്നാലും നമ്മുടെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതൊന്ന് മിക്സായി വരട്ടെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. തന്നെ ഇനി നമുക്ക് ഇല വേണമല്ലോ ഓട്ടട ഉണ്ടാക്കാൻ. നമുക്ക് ഇലക്കകത്ത് പരത്തിയെടുക്കാം. നമ്മുടെ വീട്ടിൽ വാഴയിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പോയില്ല. രാവിലെ അനിയൻ്റെ മോനെ ഫോൺ ചെയ്ത് രാവിലെ മോൻ കൊണ്ട് തന്നിട്ട് പോയതാ വാഴയില കേട്ടോ. നമുക്കിവിടെ വാഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇലയ്ക്ക് ക്ഷാമമാണ്.
അത് പരത്തി നമുക്കില്ലോട്ട് ഇതാണ്ട ഈ മിക്സ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കുറച്ചേ വെക്കുന്നുള്ളൂ, കണ്ടിട്ട് തന്നെ മധുരം കൂടുതലാണ്. മതി. നമുക്ക് ഒരു സൈഡ് മടക്കി കൊടുക്കാവേ. പാൻ വെച്ച് കൊടുക്കാം. ഞാൻ അത് ചൂടാവട്ടെ. നമ്മൾ ഇതിനകത്താണ് ഓട്ടട ഇടുന്നത് കേട്ടോ. നമ്മുടെ ദോശക്കല്ല് ഇരുമ്പിൻ്റെയാണ്, പക്ഷേ ഇരുമ്പിൻ്റെ ദോശക്കല്ല് നമ്മൾ ഓട്ടട ഇട്ടെടുത്താൽ പിന്നെ നമുക്ക് അതിനകത്ത് ദോശ ഇട്ടാൽ ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിതുകൊണ്ട് ഇതിനകത്താണ് ഓട്ടട ഇട്ടെടുക്കുന്നത് കേട്ടോ. 2 എണ്ണം ഞാൻ കല്ലേലോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് റെഡിയാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള മാവുകൾ ഇതുപോലെ ഇലക്കകത്ത് വെച്ച് പരത്തി സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ. നമുക്കിതിനെ ഇലയിൽ മാറ്റി കൊടുക്കാം. കണ്ടോ, ഇലയിൽ വിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി ഒരു സൈഡ് കിടന്ന് മുരിഞ്ഞിട്ടെ. ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഓട്ടട റെഡിയായി. ഇനി നമുക്ക് അടുത്ത് ഇട്ടെടുക്കാം. ചെയ്തിട്ട് ഓരോന്ന് ഇത് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. വേണ്ട, നമ്മുടെ ഓട്ടട റെഡി. നമുക്ക് ഒന്ന് മുറിച്ച് കാണിക്കാം. ഞാൻ ചൂടുണ്ടേ. വേണ്ട, കണ്ടോ, ആ ഫില്ലിംഗ് ഒക്കെ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് അതിനകത്ത്. കണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.